ഈ ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കുന്നത് 1,2 ആൻഡ് 1,4 അഡിഷൻ ഇൻ 1,3-butadiene ആണ്. ഓക്കെ, 1,3-butadiene എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം. 1,3-butadiene ഈസ് ദിസ് വൺ, CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH double bond CH2. This is called 1,3-butadiene. Why it is 1,3-butadiene? It is a diene because it has two double bonds, and the two double bonds are starting from first carbon and the third carbon. Okay, and that is why it is 1,3-butadiene. ഈ 1,3-butadiene HBr മോളിക്യൂൾ ആഡ് ചെയ്യപ്പെടുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. HBr മോളിക്യൂൾ ആഡ് ചെയ്യപ്പെടുന്നത് 1 molar equivalent of HBr ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. Means if you are taking 1 mole of this 1,3-butadiene, you are adding 1 mole of HBr also. ഈ റിയാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് രണ്ട് പ്രോഡക്റ്റുകളാണ് ഫോം ചെയ്യുന്നത്. ഏതൊക്കെയാണ് പ്രോഡക്റ്റുകൾ നമുക്ക് നോക്കാം. ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇവിടുത്തെ HBr ഒന്നുകിൽ ഇവിടുത്തെ ഒരു ഡബിൾ ബോണ്ടിലേക്ക് അതുപോലെ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? CH2 സിംഗിൾ ബോണ്ട് CH, ഇവിടെ ഹൈഡ്രജനും ബ്രോമിനും ആഡ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഹൈഡ്രജൻ ആൻഡ് ബ്രോമിൻ. അപ്പോൾ ഞാൻ ഹൈഡ്രജനും ബ്രോമിനും എഴുതാം. ഇവിടെ ഹൈഡ്രജനും ഇവിടെ ബ്രോമിനും ആഡ് ചെയ്യപ്പെടുന്നു. പിന്നെ ബാക്കിയുള്ള മോളിക്യൂളിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ അതുപോലെ തന്നെ CH ഡബിൾ ബോണ്ട് CH2. ഓക്കെ, ദിസ് ഈസ് വൺ പ്രോഡക്റ്റ്. അനദർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും വരുന്നത്. നോക്കുക, ഇവിടുത്തെ ഹൈഡ്രജനും ബ്രോമിനും ആഡ് ചെയ്യപ്പെടുന്നത് 1 and 2 പൊസിഷൻസിലല്ല, അതിന് പകരം 1 and 4 പൊസിഷൻസിലായിരിക്കും. അപ്പം ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് CH2 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2. ഓക്കെ, ഇതിനകത്ത് ഹൈഡ്രജനും ബ്രോമിനും ഉണ്ടാകുന്നത് എവിടെയായിരിക്കും എന്നറിയാമോ? ഒരു ഹൈഡ്രജൻ ഇവിടെ ആഡ് ചെയ്യപ്പെടുന്നു, ബ്രോമിൻ ഇവിടെയും ആഡ് ചെയ്യപ്പെടുന്നു. അപ്പം നിങ്ങളിവിടെ നോക്കുക, ഫസ്റ്റ് മോളിക്യൂളിലാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ ആൻഡ് ബ്രോമിൻ ആർ ആഡഡ് ടു ദ 1 and 2 പൊസിഷൻസ്. ദെർഫോർ ദിസ് ഈസ് കോൾഡ് 1,2 അഡിഷൻ പ്രോഡക്റ്റ്. 1,2 അഡിഷൻ പ്രോഡക്റ്റ്. ഓക്കെ, 1,2 അഡിഷൻ. സെക്കൻഡ് കേസിലാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ ആൻഡ് ബ്രോമിൻ ആർ ആഡഡ് ടു 1 and 4 പൊസിഷൻ. ദെർഫോർ ദിസ് ഈസ് 1,4 അഡിഷൻ. 1,4 അഡിഷൻ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് ഇവിടുത്തെ അഡിഷൻ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രണ്ട് പ്രോഡക്റ്റുകൾ ഇവിടെ ഉണ്ടാകുന്നതെന്നുള്ളത് ഇതിൻ്റെ മെക്കാനിസം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. വൈ the 1,2 addition product and 1,4 addition product both are formed. ഓക്കെ, അപ്പോൾ അതിൻ്റെ മെക്കാനിസം നമുക്കൊന്ന് പരിശോധിച്ച് പോകാം. അതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് ഇതൊരു ഇലക്ട്രോഫിലിക് അഡിഷൻ റിയാക്ഷനാണ്. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ഇലക്ട്രോഫിലിക് അഡിഷൻ റിയാക്ഷൻ ഓഫ് HBr ടു ഡബിൾ ബോണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മുമ്പിലത്തെ വീഡിയോ ഒന്ന് നോക്കുക, അതിനുശേഷം ഇതിൻ്റെ മെക്കാനിസം പഠിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 1 will be the electrophilic addition of H plus to the double bond ആണ്. ഇപ്പോൾ നമ്മളുടെ ആൽക്കീൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡയീൻ എന്ന് പറയുന്നത് ഏതാണ്? CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2. ദിസ് ഈസ് ദ ഡയീൻ അല്ലേ. ഇവിടുത്തെ ആഡ് ചെയ്യപ്പെടുന്ന ഇവിടുത്തെ റിയേജൻറ്റ് എന്ന് പറയുന്നത് HBr ആണ്. HBr. ഓക്കെ, ഈ HBrൻ്റെ അഡിഷൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോഫിലിക് അഡീഷൻ ആണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ H+ ആഡ് ചെയ്യപ്പെടുന്നു എവിടെ? ഡബിൾ ബോണ്ടിലേക്ക്. സോ ഇറ്റ് വിൽ ഹാപ്പൻ ഇൻ ദിസ് വേ. ഇൻ ദിസ് വേ നമ്മൾ ഈ ഇലക്ട്രോണിക് ഷിഫ്റ്റുകളൊക്കെ നേരത്തെ പരിചയപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്കുണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഈ കേസിൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് CH2 ഡബിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH then single bond CH2, then we have a positive charge here അല്ലേ. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ CH2വിലേക്ക് അല്ലെങ്കിൽ ഈ കാർബണിലേക്ക് ഇവിടെയുള്ള ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെടുന്നു. ഈ ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെടുന്നു അല്ലേ. ഇവിടുത്തെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഞാനൊരു യെല്ലോ കളറിൽ കൊടുക്കുകയാണ്. ഹൈഡ്രജനും ബ്രോമിനും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി. ഓക്കെ, ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെടുന്നു.
So this hydrogen is added here. Okay, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇലക്ട്രോഫിലിക് അറ്റാക്ക് ഓഫ് ദ H+ ഇൻ ദ ഡബിൾ ബോണ്ട് ആണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ സംഭവിക്കുന്നത്. അപ്പം ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്താണ്? ദ പ്രോഡക്റ്റ് ഈസ് എ സെക്കൻഡറി കാർബോകാറ്റയോൺ. ഓക്കെ, സെക്കൻഡറി കാർബോകാറ്റയോൺ ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഈ സെക്കൻഡറി കാർബോകാറ്റയോൺ എന്ന് പറയുന്നത് ഒരു അലൈൽ കാർബോകാറ്റയോൺ. നിങ്ങൾ അതിൻ്റെ സ്ട്രക്ചർ പരിശോധിച്ചു, ഇതൊരു അലൈൽ കാർബോകാറ്റയോൺ ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH+ അല്ലേ, ഇതൊരു അലൈൽ കാർബോകാറ്റയോൺ ആണ്. ഈ അലൈൽ കാർബോകാറ്റയോൺ എന്ന് പറയുന്നത് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. ഇതിൻ്റെ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ നമുക്ക് നോക്കാം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്. CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH+, then single bond CH2H അല്ലേ. ഈ ഇവിടുത്തെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബ്രോമൈഡിൽ നിന്ന് വന്ന ഹൈഡ്രജൻ ആണ്. ആൻഡ് ഇത് മറ്റൊരു കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചറുമായിട്ട് റെസൊണൻസിലായിരിക്കും അല്ലേ. ഇവിടുത്തെ കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാമോ? ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇങ്ങനെയായിരിക്കും നടക്കുന്നത്, ഉണ്ടോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമുക്കൊരു കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചർ കിട്ടും. എങ്ങനെയായിരിക്കും ആ കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്? ഇറ്റ് വിൽ ബി ലൈക്ക് CH2+ അല്ലേ, ഇവിടെയാണ് പ്ലസ് വരുന്നത്. ദെൻ സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH. അപ്പോൾ ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് നഷ്ടപ്പെടും ഈ ഇലക്ട്രോൺ പെയർ ഇങ്ങോട്ട് വരുമ്പോൾ അല്ലേ. ദെൻ സിംഗിൾ ബോണ്ട് CH2, then there is one H, but that H is from the hydrogen bromide. That is why it is LOH. Okay. അപ്പോൾ ഇവിടെ രണ്ട് കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചറുകളുണ്ട്. ഇതിൻ്റെ റെസൊണൻസിൽ രണ്ട് കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചറുകളുണ്ട്. ആദ്യത്തേതിനെ ഞാൻ സ്ട്രക്ചർ എ എന്നും, ദിസ് ഈസ് സ്ട്രക്ചർ എ എന്നും, ഇതിനെ സ്ട്രക്ചർ ബി എന്നും വിളിക്കുകയാണ്. ഇതിൻ്റെയും കൂടെ രണ്ടിൻ്റെയും കൂടെ റെസൊണൻസ് ഹൈബ്രിഡ് ആയിരിക്കും ആക്ച്വൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആക്ച്വൽ സെക്കൻഡറി കാർബോകാറ്റയോൺ എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും റെസൊണൻസ് ഹൈബ്രിഡ് ആയിരിക്കും. ഇനി സ്റ്റെപ്പ് 2 നമ്മൾ പോകുന്നു. സ്റ്റെപ്പ് 2 എന്താ സംഭവിക്കുന്നത്? സ്റ്റെപ്പ് 1 സംഭവിച്ചത് ഇലക്ട്രോഫിലിക് അറ്റാക്ക് ഓഫ് ദ H+, ഇലക്ട്രോഫിലിക് അഡിഷൻ ഓഫ് ദ H+ ഇൻ വൺ ഓഫ് ദ ഡബിൾ ബോണ്ട്സ്. ഇതാണ് സ്റ്റെപ്പ് 1 സംഭവിച്ചത്. സ്റ്റെപ്പ് 2 സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം എന്താണ്? സ്റ്റെപ്പ് 2 ഇവിടുന്ന് ഒരു Br- പുറത്ത് പോകുന്നുണ്ട് അല്ലേ. ഇവിടെ ഒരു Br- പുറത്ത് പോകുന്നുണ്ട്. ഒരു Br- ഇവിടെ നിന്ന് പുറത്ത് പോകുന്നുണ്ട്. Br-. ഈ Br- ഒരു ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യും. ഈ ന്യൂക്ലിയോഫൈൽ എന്ത് ചെയ്യും? ഈ കാർബോകാറ്റയോണിനെ അറ്റാക്ക് ചെയ്യും. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ സംഭവിക്കുന്നത്, അറ്റാക്ക് ഓഫ് ദ ന്യൂക്ലിയോഫൈൽ ഓൺ ദ കാർബോകാറ്റയോൺ. ഇപ്പോൾ ഇവിടെ കാർബോകാറ്റയോണിനെ അറ്റാക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ കാർബോകാറ്റയോണിന് രണ്ട് കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചറുകളുണ്ട്. നമ്മൾ ഏത് കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചറിൽ നിന്ന് തുടങ്ങണം? വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ബോത്ത് കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചർ അല്ലേ. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ എഴുതുമ്പോൾ ഈ രണ്ട് കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചറുകൾ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഞാൻ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. സ്റ്റെപ്പ് 2 സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ വി ഹാവ്, ഞാൻ ആദ്യത്തെ കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചറിൽ നിന്ന് തുടങ്ങിയാണ്. CH2 ഡബിൾ ബോണ്ട് CH single bond CH+, okay, then CH2H. This H is from the hydrogen bromide. Okay, ഇതാണ് ആദ്യത്തെ കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചർ. വി കോൾ ദിസ് ആസ് കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചർ എ. ഓക്കെ, ഇനി ഇതിൽ നിന്നാണ് ഞാൻ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകുന്നത്. ഇവിടെ ബ്രോമൈഡ് എന്ന് പറയുന്ന ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നു അല്ലേ. പ്ലസ് Br-. എന്ന് പറയുന്ന ന്യൂക്ലിയോഫൈൽ ഈ കാർബോകാറ്റയോണിനെ അറ്റാക്ക് ചെയ്യുകയാണ്. എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്? ഇവിടുത്തെ പോസിറ്റീവ് സെൻറ്ററിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത് അല്ലേ. പോസിറ്റീവ് സെൻറ്ററിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ടാണ് കാർബോകാറ്റയോണിൻ്റെ അറ്റാക്ക്. അപ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്? വി വിൽ ഗെറ്റ് ദിസ് പ്രൊഡക്റ്റ്. CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH. ഇവിടെ ഒരു ബ്രോമിൻ വരും അല്ലേ. വി വിൽ ഗെറ്റ് എ ബ്രോമിൻ ഹിയർ, Br. Then single bond CH, single bond CH2, then one hydrogen also. But that hydrogen is the yellow hydrogen coming from hydrogen bromide. Okay, so this is the product here. ഇതെന്ന് പറയുന്നത് എന്തൊരു അഡീഷൻ ആണ്? The hydrogen bromide is added to the first and second carbon. So this is 1,2 addition. 1,
2 addition. 1 2 addition. ഇവിടെ 1 2 addition ആണ്. See, when we are starting from the contributing structure A, it end up in the 1 2 addition. Now we can start from the contributing structure B. ഇപ്പോൾ ഇത് ഒരു മാർഗമാണ്. രണ്ടാമത്തെ പാത്വേ എന്ന് പറയുന്നത് കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചർ ബിയിൽ നിന്നാണ്. വാട്ട് ഈസ് കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചർ ബി? Contributing structure B is CH2 plus, CH2 plus, then CH, double bond CH, single bond CH3, okay? The contributing structure B, ഇതാണ് B എന്ന് പറയുന്ന contributing structure. See, if the bromide is attacking this carbocation, then where the bromide will attack? Here, in this positive center, അല്ലേ? അപ്പോൾ നമ്മളുടെ bromide, the nucleophile is bromide, Br minus, ഇതാണ് nucleophile. ഈ bromide അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ കാർബണിലേക്കാണ്, അല്ലേ? ഈ പോസിറ്റീവ് ചാർജുള്ള കാർബണിനെയാണ്. So what will be the product here? The product will be, see, CH2, then we have a bromine here, okay, Br, then CH, double bond CH, single bond CH3, അല്ലേ? CH3 means CH2H, okay, we have to write like that. To avoid confusion, we have to write like CH2H, CH2, and this H is the yellow hydrogen, okay? That is the hydrogen coming from hydrogen bromide, and here also we have to write the same, okay? CH2, CH2, and this hydrogen is the yellow hydrogen, okay? This is the yellow hydrogen. See, the hydrogen and the bromine, these yellow hydrogen and yellow bromine, they are coming from hydrogen bromide. And where are they being added up? The first and fourth carbon atom, അല്ലേ? അപ്പോൾ ഇതൊരു 1,4 addition ആണ്. 1,4 addition. 1,4 addition. See, അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് രണ്ട് പോസിബിലിറ്റി ആണ് ഉള്ളത്. ഡിപ്പെൻഡിങ് അപ്പോൺ ഫ്രം വിച്ച് കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചർ ഓഫ് ദ കാർബോകാറ്റോൺ വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത്, അല്ലേ? എയിൽ നിന്നാണോ ബിയിൽ നിന്നാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് രണ്ട് പ്രൊഡക്റ്റുകളാണ് കിട്ടുന്നത്. 1 2 അഡിഷൻ പ്രൊഡക്റ്റും 1,4 അഡിഷൻ പ്രൊഡക്റ്റും, ഓക്കെ? അപ്പോൾ 1,4 അഡിഷൻ പ്രൊഡക്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ ഡബിൾ ബോണ്ട് വരുന്നത് മിഡിൽ കാർബണാറ്റങ്ങളുടെ ഇടയിലാണ്. ഇവിടെയാണ്, ഈ മിഡിൽ ആണ് ഡബിൾ ബോണ്ട് വരുന്നത്, കേട്ടോ? യു ഹാവ് ടു ബി കെയർഫുൾ, ഓക്കെ? അപ്പോൾ 1,4 അഡിഷൻ അല്ലെങ്കിൽ 1 2 അഡിഷൻ ആണ് നമുക്ക് കിട്ടുന്നത്, ഓക്കെ? ആൻഡ് വി ക്യാൻ explain why these two products are forming based on the mechanism that we explain now, okay? That is the electrophilic addition mechanism. ഇനി ഈ ഒരു നമ്മൾ ഈ കാർബോകാറ്റോൺസ് ഒന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, മീൻസ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ഈ രണ്ട് കാർബോകാറ്റോണുകൾ എയും ബിയും, ഈ കാർബോകാറ്റോണുകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ സാധിക്കും രണ്ട് കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചറുകളിൽ ഒരെണ്ണം എന്ന് പറയുന്നത് സെക്കൻഡറി കാർബോകാറ്റോൺ ആണ്, അല്ലേ? ഇതൊരു സെക്കൻഡറി കാർബോകാറ്റോൺ. ഏതാ? കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചർ എ ഈസ് സെക്കൻഡറി കാർബോകാറ്റോൺ, because the positive carbon is attached to two other carbons. And what about this one? This is a primary carbocation, okay? This is a primary carbocation, okay? So 1,4 addition happens readily at a low temperature. Means 1 2 addition happens. ഇപ്പോൾ നമുക്ക് 1 2 addition കിട്ടുന്നത് എവിടെ നിന്നാണ്? 1 2 addition കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡറി കാർബോകാറ്റോണിൽ നിന്നാണ്. അതാണ് കൂടുതൽ സ്റ്റേബിൾ. പ്രൈമറി കാർബോകാറ്റോണേക്കാൾ കൂടുതൽ സ്റ്റേബിളാണ് സെക്കൻഡറി കാർബോകാറ്റോൺ. അപ്പം നമ്മൾ ഈ റിയാക്ഷൻ വളരെ ലോ ടെമ്പറേച്ചറിൽ ക്യാരി ഔട്ട് ചെയ്താലും നമുക്ക് ഈ സെക്കൻഡറി കാർബോകാറ്റോണിൽ നിന്ന് തുടങ്ങുന്ന റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. അതായത് നമുക്ക് കിട്ടുന്നത് 1 2 അഡിഷൻ പ്രൊഡക്റ്റ് ആയിരിക്കും. 1 2 അഡിഷൻ പ്രൊഡക്റ്റ് can be obtained even at very low temperature because the secondary carbocation will be more stable. ഇപ്പോൾ നിങ്ങൾ ഈ റിയാക്ഷൻ നടത്തുന്നത് വളരെ താഴ്ന്ന ടെമ്പറേച്ചറിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള സെക്കൻഡറി കാർബോകാറ്റോൺ ആയിരിക്കും വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചർ, ഓക്കെ? അപ്പോൾ അല്ലെങ്കിൽ കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത് ഇതായതുകൊണ്ട് ഇതിൽ നിന്ന് ഫോം ചെയ്യുന്ന 1 2 അഡിഷൻ പ്രൊഡക്റ്റ് ആയിരിക്കും ലോ ടെമ്പറേച്ചറിൽ കൂടുതലുണ്ടാവുന്നത്, ഓക്കെ? അപ്പം നമ്മുടെ ഈ പ്രൊഡക്റ്റ് ആയിരിക്കും 1 2 അഡിഷൻ പ്രൊഡക്റ്റ് വിൽ ബി ഫേവേർഡ് അറ്റ് എ ലോ ടെമ്പറേച്ചർ. ഫോർ എക്സാമ്പിൾ
-80°C ഈ ഒരു ടെമ്പറേച്ചറിൽ പോലും നമുക്ക് ഈ റിയാക്ഷനെ നടത്താം. അപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് 1-2 അഡിഷൻ റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, എന്നാൽ പക്ഷേ നമ്മൾ ഹൈ ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ നമ്മളുടെ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 1,4 അഡിഷൻ പ്രൊഡക്റ്റ് ആയിരിക്കും. സോ ഇൻ ഹൈ ടെമ്പറേച്ചർ യു വിൽ ഗെറ്റ് 1,4 അഡിഷൻ പ്രൊഡക്റ്റ്. ഈ 1,4 അഡിഷൻ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആഡ് ചെയ്യപ്പെടുന്ന ഗ്രൂപ്പുകൾ പരമാവധി അകലത്തിലുള്ള കാർബൺ ആറ്റങ്ങളിലേക്കാണ് ആഡ് ചെയ്യപ്പെടുന്നത്. മാത്രമല്ല ഇവിടുത്തെ ആൽക്കീനിലെ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് മിഡിൽ കാർബൺ ആറ്റങ്ങൾക്കിടയിലാണ് ഡബിൾ ബോണ്ട്. ഹൈ ടെമ്പറേച്ചറിൽ 1,4 അഡിഷൻ പ്രൊഡക്റ്റ് ആയിരിക്കും ഫേവർ ചെയ്യപ്പെടുന്നത്. എന്നാൽ ലോ ടെമ്പറേച്ചറിൽ ഫേവർ ചെയ്യപ്പെടുന്നത് 1-2 അഡിഷൻ പ്രൊഡക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 1,3-ബ്യൂട്ടാഡൈനിലേക്കുള്ള ഹൈഡ്രജൻ ബ്രോമൈഡിൻ്റെ അഡിഷനെ പറ്റി സംസാരിക്കാനുള്ളത്. നിങ്ങൾ മനസ്സിലാക്കിയത് വെൻ ഹൈഡ്രജൻ ബ്രോമൈഡ് ഈസ് ആഡഡ് ടു 1,3-butadiene either it can undergo 1-2 addition product or 1-2 addition or 1-4 addition അല്ലേ. അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റുകൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അത് നമുക്ക് അതിൻ്റെ ഇലക്ട്രോഫിലിക് അഡീഷൻ മെക്കാനിസം വഴി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ കിട്ടുന്ന സെക്കൻഡറി കാർബോകേറ്റോണിന് 2 റെസൊണൻസ് കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചറുകളുണ്ട്. ഈ 2 റെസൊണൻസ് കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചറിൽ നിന്നും നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 1-2 അഡിഷൻ പ്രൊഡക്റ്റിനെയും 1-4 അഡിഷൻ പ്രൊഡക്റ്റിനെയും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. If you have any doubt, please don't hesitate to ask me. Thanks for watching and stay tuned.